ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡാണ്. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റ് പറഞ്ഞു. രണ്ടിലും നമ്മൾ സ്കെലാർ ഫംഗ്ഷനിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്ന അതായത് നമ്മളിനി രണ്ട് കാര്യം കൂടെ പറയും, ഒന്ന് ഡൈവേർജൻസും ഒന്ന് കേളും. ഇത് രണ്ടും പറയുന്നത് വെക്റ്റർ ഫംഗ്ഷനിലാണ്. ഇത് നാലും കൂടെ മാറിപ്പോവാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലെണ്ണത്തൊന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ട് കാര്യങ്ങളും വളരെ ഡെപ്തിൽ പഠിച്ചു വെക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. ലെറ്റ് v of x y z be any given differentiable vector function, then the divergence of v written as div v is defined as del dot v. അതായത് നമുക്ക് v എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ വെക്ടർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ v എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് v is equal to v1i plus v2j plus v3k എന്ന് പറയാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫംഗ്ഷൻ ഫൈ എന്ന് പറഞ്ഞ് മാത്രമായിരുന്നു. ഇവിടെ നമുക്കിതൊരു വെക്ടർ ഫംഗ്ഷനാണ്. ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ v എന്ന് പറയുന്ന ഒരു വെക്ടർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഐ കമ്പോണൻറ്റ് v1 ആണ്, ജെ കമ്പോണൻറ്റ് v2 ആണ്, കെ കമ്പോണൻറ്റ് v3 ആണ്. അങ്ങനെയെങ്കിൽ ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൈവേർജൻ്റ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഡൈവേർജൻസ് ഓഫ് ദ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡെൽ ഡോട്ട് വി. ഡെൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡൈവേർജൻസ് ഓഫ് വി ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് വി. ദാറ്റ് ഈസ് ഡെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാന്ന് പറഞ്ഞല്ലോ. ഡോട്ട് നമ്മൾ വി എന്താണ്, v1i പ്ലസ് v2j പ്ലസ് v3k. എന്നിട്ട് ഇതിന് രണ്ടിനെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡോ v1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2 ബൈ ഡോ വൈ പ്ലസ് ഡോ v3 ബൈ ഡോ സെഡ്. ഇവിടെ ij ഇല്ല, കണ്ടോ. അപ്പോൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഇവിടെ ij ഇല്ല. ഗ്രേഡിയൻറ്റ് ഫൈയും ഡൈവേർജൻസ് ഓഫ് വിയും ആയിട്ട് മാറിപ്പോവാനേ പാടില്ല. ഓക്കെ, അത് മാറിപ്പോകുന്നതാണ്, കുട്ടികൾക്ക് എല്ലാം ഇപ്പോഴും മാറിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഐയും ജെയും കെയും ഒക്കെ വരും. ഡൈവേർജൻസിൽ എന്തില്ല, ഐയും ജെയും കെയും ഇല്ല. ഓക്കെ, ഡൈവേർജൻസ് ഓൾവേസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഐയും ജെയും കെയും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അതെന്താണ്, അതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. നെക്സ്റ്റ്, എ വെക്ടർ വി ഈസ് സെറ്റ് ടു ബി സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ ഇഫ് ഡൈവേർജൻസ് ഓഫ് വി ഈക്വൽ ടു 0. നമ്മൾ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അത് 0 ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു വെക്ടറിനെ നമുക്ക് പറയാം അത് സോളിനോയിഡൽ വെക്ടറാണ്, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ വെക്ടറാണെന്ന് പറയാം. അപ്പോൾ നിന്നോട് ചോദിക്കും, ഒരു വെക്ടർ തന്നിട്ട് അത് സോളിനോയിഡൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഡൈവേർജൻസ് ഓഫ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മാറരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, കമ്പ്യൂട്ട് divergence of the vector v equal to x y z I plus 3x square y j plus x z square minus y square z k at 1 2 minus 1. ഓക്കെ, നമ്മളോട് കമ്പ്യൂട്ട് ഇതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഡൈവേർജൻസ് ഓഫ് വി ഇസ് ഈക്വൽ ടു ഡോ v1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2 ബൈ ഡോ വൈ പ്ലസ് ഡോ v3 ബൈ ഡോ സെഡ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം v1 എന്താണെന്ന് എഴുതാം. v1 എന്ന് പറഞ്ഞാൽ ഐ കമ്പോണൻ്റ് ആണ്, എക്സ് വൈ സെഡ്. v2 എന്ന് പറഞ്ഞാൽ എന്താ, 3x സ്ക്വയർ വൈ അല്ലേ. ഇനി v3 എന്ന് പറഞ്ഞാലോ, എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ്. ഓക്കെ, ഇനി നമ്മളിത് ഓരോന്നും കണ്ടുപിടിക്കാം കേട്ടോ. ഡോ v1 ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡോ v1 ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ v1നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ സെഡ് എന്ന് കിട്ടും. ഇനി ഡോ v2 ബൈ ഡോ വൈ, ഈ v2നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3x സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡോ v3 ബൈ ഡോ സെഡ്, ഇതിനെ നമ്മൾ v3നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2xz മൈനസ് വൈ സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യുന്നത് ഡോ v1 ബൈ, നമ്മൾ ഡൈവേർജൻസ് ഓഫ് വിനെ നമുക്കൊന്ന് എഴുതാം. നമ്മൾ എന്തെഴുതാം, ഡൈവേർജൻസ് ഓഫ് വി ഈസ് ഈക്വൽ ടു
ഡോ v1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2 ബൈ ഡോ വൈ പ്ലസ് ഡോ v3 ബൈ ഡോ സെഡ്. ഓക്കെ, അപ്പോൾ ഡോ v1 ബൈ ഡോ എക്സ് എന്താ കിട്ടിയത്? വൈ സെഡ് പ്ലസ് ഡോ v2 ബൈ ഡോ വൈ 3x² പ്ലസ് 2xz മൈനസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് അറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, അറ്റ് ദ പോയിന്റ് ഏതിലാണ്? 1 2 -1. അപ്പോൾ നമ്മൾ അതോടെ ഇട്ട് കൊടുക്കാം. 1 2 -1ൻ്റെ മീനിങ് എന്താ? x ഈക്വൽ ടു 1 ആണ്, y ഈക്വൽ ടു 2 ആണ്, z ഈക്വൽ ടു -1 ആണ്. അപ്പോൾ നമ്മളിവിടെ ഡൈവേർജൻസ് ഓഫ് v എഴുതുക. നമ്മൾ എന്താ കണ്ടുപിടിക്കണത്? y എന്ന് പറഞ്ഞാൽ 2 × 1 പ്ലസ് 3 × 1 സ്ക്വയർ പ്ലസ് 2 × 1 × -1 പ്ലസ് മൈനസ് വൈ സ്ക്വയർ എന്നല്ലേ വന്നത്? വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പ്ലസ് 3 മൈനസ് 2 മൈനസ് 4. തെറ്റിപ്പോയോ? ഇവിടെ വൈ സെഡ് ആണല്ലേ, സെഡ് -1 ആണല്ലോ, അപ്പോൾ ഇവിടെ -2 വരും. ഓക്കെ, ഇവിടെ -1 ആണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൻസർ -2 -2 -4 -4 -8 -8 പ്ലസ് 3 ദാറ്റ് ഈസ് -5. ആൻസർ എന്താ കിട്ടിയത്? -5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന വാല്യൂ 0 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഡൈവേർജൻസ് ഓഫ് ആർ എന്ന് പറയുന്നത്, ഡൈവേർജൻസ് എന്ന് പറയുന്നത് സോളിനോയിഡൽ ആണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ആർ ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk, then prove that divergence of r equal to 3. നമുക്ക് r എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, xi പ്ലസ് yj പ്ലസ് zk. നമുക്കിതിനെ r എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, v എന്നാണ് നമ്മൾ പഠിച്ചത്. അതൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ നമുക്കിതിൽ v1 ഈക്വൽ ടു എക്സ് എന്നും v2 ഈക്വൽ ടു വൈ എന്നും v3 ഈക്വൽ ടു z എന്നും എഴുതാം. ഇനി നമുക്ക് ഡോ v1 ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഡോ v2 ബൈ ഡോ വൈ കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു 1. ആൻഡ് ഡോ v3 ബൈ ഡോ z കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഡൈവേർജൻസ് ഓഫ്, ഇവിടെ r ആണ് ചോദിച്ചത്, നമ്മൾ ഇക്വേഷൻ എഴുതുന്ന ഡോ v1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2 ബൈ ഡോ വൈ പ്ലസ് ഡോ v3 ബൈ ഡോ z. അപ്പോൾ ഇവിടെ v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ v1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? നമുക്ക് 3 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ. പ്രൂവ് ദാറ്റ്, ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതിലെപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രൂവ് ദാറ്റ് ദ വെക്റ്റർ 3y⁴ z² i പ്ലസ് 4x³ z³ j മൈനസ് 3x² y² k ഈസ് സോളിനോയിഡൽ, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ എന്ന് വരും കേട്ടോ. സോളിനോയിഡൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡൈവേർജൻസ് ഓഫ് വി ആണ്. ഡൈവേർജൻസ് ഓഫ് വി 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിന്നെ ഗിവൺ വെക്റ്റർ ഈസ് സോളിനോയിഡൽ എന്ന് പറയാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മളിത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, 3y⁴ z² i പ്ലസ് 4x³ z³ j മൈനസ് 3x² y² k. അപ്പോൾ നമ്മൾ v1 എന്ന് പറഞ്ഞാൽ ഐ കമ്പോണൻ്റ് എഴുതാണ്, 3y⁴ z². v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ കമ്പോണൻ്റ് 4x³ z³. v3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3x² y². ഓക്കെ, ഇനി നമ്മളുടെ ഇക്വേഷൻ ഡോ v1 ബൈ നമ്മൾ എഴുതുന്നത് ഡോ v1 ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക ഫസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അവിടെ 0 ആണല്ലേ, ഇതിൽ എക്സിൻ്റെ ടേം ഇല്ലല്ലോ, അപ്പോൾ ഇത് 0. ഇനി ഡോ v2 ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, അപ്പോൾ ഇതിൽ വൈയുടെ ടേം ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് 0. അതുപോലെ തന്നെ നമ്മൾ ഡോ v3 ബൈ ഡോ z കണ്ടുപിടിക്കുക, ഇതിൽ സെഡിൻ്റെ ടേം ഇല്ല, അതുകൊണ്ട് അതും 0. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് വിയുടെ ഇക്വേഷൻ എന്താണ്? ഡോ v1 ബൈ ഡോ എക്സ്
പ്ലസ് ഡോ v2 ബൈ ഡോ y പ്ലസ് ഡോ v3 ബൈ ഡോ z. എല്ലാം 0 ആണല്ലേ. നമുക്ക് 0 പ്ലസ് 0 പ്ലസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അഗെയിൻ 0. സോ അത് ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. ഇതാണ് ഡിറ്റർമൈൻ ദ കോൺസ്റ്റൻറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദ കോൺസ്റ്റൻറ്റ് so that the velocity vector u equal to x plus 3yi plus y minus 2zj plus x plus axk is incompressible. അതായത് നമുക്കൊരു വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്. ആ വെലോസിറ്റി വെക്ടർ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഇവിടെ ഒരു എ ഉണ്ട്. ആ എയുടെ വാല്യൂ എന്ത് എന്നുള്ളതാണ്. നമ്മൾ ഇൻകംപ്രസിബിൾ ആണെന്ന് പറയുന്നതിന് മീനിങ് എന്താ? ഡൈവേർജൻസ് ഓഫ് വി ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് ഡൈവേർജൻസ് ഓഫ് വി കണ്ടുപിടിക്കുക, അത് 0യോട് ഇക്വേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം യു എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് എഴുതുന്നുണ്ട്. എക്സ് പ്ലസ് 3y പ്ലസ് y മൈനസ് 2zj പ്ലസ് എക്സ് പ്ലസ് axk. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തെഴുതാം? v1 എന്താണെന്ന് എഴുതാം. v1 ഈക്വൽ ടു എക്സ് പ്ലസ് 3y, v2 ഈക്വൽ ടു y മൈനസ് 2x ആൻഡ് v3 ഈക്വൽ ടു എക്സ് പ്ലസ് ax. ഡൈവേർജൻസ് ഓഫ് v കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോ v1 ബൈ ഡോ x കണ്ടുപിടിക്കുക, അപ്പോൾ 1 എന്ന് കിട്ടും. ഡോ v2 ബൈ ഡോ y കണ്ടുപിടിക്കുക, അഗെയിൻ 1 എന്ന് കിട്ടും. ഡോ v3 ബൈ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ, അത് 0 ആയി പോവില്ലേ? ഡോ v3 ബൈ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല അല്ലേ ഇപ്പം ആൻസർ. അപ്പോൾ ബൈ ഡെഫിനേഷൻ നമ്മൾ നോക്കേണ്ടി വരും. ഇല്ല ഞാൻ എഴുതിയത് തെറ്റിയതാണ്. എക്സ് പ്ലസ് എ എക്സ് അല്ല കേട്ടോ, എക്സ് പ്ലസ് എ സെഡ് ആണ്. എക്സ് പ്ലസ് എ സെഡ് ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയാണ്. എക്സ് പ്ലസ് എ സെഡ് ആണേ, അല്ല സെഡ് ഇല്ലാതെ അവിടെ ചെയ്യാൻ പറ്റില്ലതാ. ഡോ v3 ബൈ ഡോ സെഡ് ഈക്വൽ ടു എന്താ കിട്ടുക? എ എന്ന് കിട്ടും. എക്സ് പ്ലസ് എ സെഡ് ആണ് കേട്ടോ, എക്സ് പ്ലസ് എ സെഡ്. ഇനി നമുക്കറിയാം എന്ത്? ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറയുന്നത് നമുക്കറിയാം. തന്നിരിക്കുന്ന ഗിവൺ വെക്ടർ ഈസ് സോളിനോയിഡൽ, അത് നമുക്ക് തന്നിട്ടുണ്ട്. ഗിവൺ വെക്ടർ ഈസ് ഇൻകംപ്രസിബിൾ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? ദെർഫോർ ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഡൈവേർജൻസ് ഓഫ് വിയുടെ ഇക്വേഷൻ എന്താ? ഡോ v1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2 ബൈ ഡോ y പ്ലസ് ഡോ v3 ബൈ ഡോ z. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്കറിയാം? 0 എന്നറിയാം. ഡോ v1 ബൈ ഡോ എക്സ് എന്താ? 1 ആണെന്നല്ലേ, ഇതും 1 ആണ്, ഇത് a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2 പ്ലസ് a ഈക്വൽ ടു 0. ദാറ്റ് ഈസ് a ഈക്വൽ ടു -2. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കേളാണ്. കേളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.